വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ 30-ന് ആരംഭിച്ച കണക്റ്റ ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം കണക്റ്റയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ഈ കണക്റ്റയെ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളപ്പെടുത്തലാണ്. കണക്റ്റയിൽ ഒഴുകിയെത്തുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം മനുഷ്യർ എന്ന നിലയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് മനുഷ്യത്വം ഉൾക്കൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് എന്ന സന്ദേശമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തറിൽ നടന്ന അതിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തെയാണ്. ലോകത്തെ അറിയപ്പെടുന്ന കലാകാരൻ മോർഗൻ ഫ്രീമാനും ലോകത്തെ ശ്രദ്ധേയനായ മോട്ടിവേഷനിസ്റ്റ് അതേപോലെ ഭിന്നശേഷിക്കാരനുമായ ഗാനിം അൽ മുഫ്താഹ്, ഇവർ രണ്ടുപേരും ഉദ്ഘാടനം നടത്തി ആ സന്ദർഭത്തിൽ പ്രകാശിതമായ പ്രദർശിപ്പിച്ച അവിടെ ഉരുവിട്ട ഖുർആൻ വാക്യമാണ്. ഇന്നാ ഖലഖനാകും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഹേ മനുഷ്യരെ, നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങളെ വിവിധ ഭാഷകളിൽ, വിവിധ വർണ്ണങ്ങളിൽ, വിവിധ ഗോത്രങ്ങളിലായി വേർതിരിച്ചു. പക്ഷേ അത് നിങ്ങൾ അതിൻ്റെ പേരിൽ മേന്മ നടിക്കാൻ വേണ്ടിയല്ല, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. മനുഷ്യർ ഒരാദമിൻ്റെയും ഹവ്വയുടെയും അഥവാ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. മനുഷ്യർക്കിടയിൽ മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഭാഷാ വൈജാത്യങ്ങളുണ്ട്, വസ്ത്ര വൈവിധ്യങ്ങളുണ്ട്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ എങ്ങനെ നമുക്ക് സാഹോദര്യത്തോടെ കൈകോർത്ത് ബന്ധങ്ങൾ കൈമാറി ചേർത്ത് പിടിച്ച് ജീവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് സത്യത്തിൽ കണക്റ്റ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. കണക്റ്റ എന്നത് ബന്ധങ്ങളുടെ ആഘോഷമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 10 ദിവസമായി ഇവിടെ വന്നു പോയ ആളുകളിൽ ഉണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് സംസാരിച്ച ചിലരൊക്കെ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ആ മാറ്റം ഈ എക്സിബിഷനിൽ ഒരുക്കിയ അത്ഭുതകരമായ എന്തെങ്കിലും പ്രദർശനങ്ങളിലെ കലാവിരുതുകളിലെ അത്ഭുതങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വർത്തമാനങ്ങളായിരുന്നില്ല. അതിലുപരി
കണക്റ്റ കണ്ടപ്പോൾ ഞാനുമായി ബന്ധം അറ്റുപോയ കുടുംബവുമായി ബന്ധമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു. അയൽവാസികളുമായി ബന്ധമുണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു. എൻ്റെ സമ്പത്ത് അത് മറ്റുള്ളവർക്കു കൂടി അതിൽ അവകാശമുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ കണക്റ്റ എക്സിബിഷൻ അതിൻ്റെ തുടക്കം മനുഷ്യ ജന്മത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഗർഭാശയത്തിലൂടെയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അതിൻ്റെ ഒരൊടുക്കം മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ യാത്ര അവസാനിക്കുന്ന ഖബറിടത്തിലേക്കാണ്. അത് ഓർമ്മപ്പെടുത്തുന്നത് അതിനപ്പുറവും ഒരു ജീവിതമുണ്ട് എന്നതാണ്. അങ്ങനെയാണ് ഈ കണക്റ്റ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്നത് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. ജീവിതത്തിനിടയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ് അവൻ നടത്തേണ്ടത്. കണക്റ്റ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ന് കണക്റ്റയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ഞാനിത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു മാസം മുമ്പ് ഈ കണക്റ്റയുടെ വർക്കുകൾ ആരംഭിച്ച ആ ആദ്യ ദിവസത്തെ ഒന്ന് ഓർത്തു പോവുകയാണ്. കലാകാരന്മാർ വരുന്നതിന് മുമ്പ് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യാത്ര, അതിനുവേണ്ടിയുള്ള യോഗങ്ങൾ, ആലോചനകൾ, ആ സന്ദർഭത്തിൽ നമ്മൾ പ്രകടിപ്പിച്ച ആശങ്കകൾ, അവസാനം 30-ാം തീയതി ഇത് തുടങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഇതിൻ്റെ സംഘാടകരുടെ മുമ്പിലുണ്ടായിരുന്ന ആശങ്കകൾ. എന്നാൽ എങ്ങനെ ജനലക്ഷങ്ങൾ ഇതിലേക്ക് ഒഴുകിയെത്തി കണക്റ്റയെ ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ദൈവസഹായം, പടച്ചവൻ്റെ തീരുമാനം ഒന്നുകൊണ്ട് മാത്രം എന്ന്. ഈ അവസാനത്തിൽ കണക്റ്റ വിജയിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭാരവാഹികൾ ആർക്കും യഥാർത്ഥത്തിൽ ഒരഹങ്കാരവുമില്ല. മറിച്ച് അവർ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ദൈവത്തിന് എത്ര നന്ദി അർപ്പിച്ചാലും മതിയാവുകയില്ല. കാരണം ഈ കണക്റ്റയുടെ ഓരോ വേളകളിലും പടച്ചവൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്ഥലം കണ്ടെത്തുന്നതിൽ മാത്രമല്ല. കലാകാരന്മാർ ഈ വർക്കുകൾ ഏറ്റെടുക്കുമ്പോൾ ഈ ദിവസങ്ങൾക്കിടയിൽ പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവർ രാപ്പകൽ അധ്വാനിച്ചു. ചില അപൂർണതകൾ അതുകൊണ്ട് തന്നെ കണക്റ്റയിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടേക്കാം. അൽഹംദുലില്ലാ 30-ാം തീയതി ആകുമ്പോഴേക്കും അവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അവർ പോലും അത്ഭുതപ്പെട്ടു. അന്നേരമാണ് അതിൻ്റെ പിന്നിലെ പടച്ചവൻ്റെ ഇടപെടൽ നമുക്ക് ബോധ്യമാകുന്നത്. കണക്റ്റയിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ അതിലുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ കണക്റ്റയിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയത് ഇവിടെ വന്ന ആളുകൾ വീണ്ടും വീണ്ടും അവരുടെ കുടുംബങ്ങളെ അറിയിച്ചു, അവരുടെ ഫ്രണ്ട്സിനെ അറിയിച്ചു, അവരുടെ നാട്ടുകാരെ അറിയിച്ചു, അത് പോയി കാണണം എന്ന് പറഞ്ഞു. എന്തിനു കാണുന്നു എന്ന് ചോദിച്ചാൽ അതിൽ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ വലിയ ഒരു ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കിട്ടുന്നതിനപ്പുറം, ദീർഘമായ ഒരു പ്രഭാഷണത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നതിനപ്പുറം, ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ ഒരു 40-50 മിനിറ്റ് സാവകാശം നടന്നു നീങ്ങി ആ കാഴ്ചകൾ കണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാത്തതല്ല, പക്ഷേ നമ്മൾ മറന്നു പോയതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കണക്റ്റ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കണ്ടിറങ്ങിയവരെല്ലാവരും രേഖപ്പെടുത്തി. ചിലരൊക്കെയും നേരിട്ട് പറഞ്ഞു, ഇത് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്
എന്ന് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ കടന്നു വന്നതിൽ മതം, ജാതി, ഭാഷ ഒന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകമായി ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എല്ലാവരെയുമാണ് നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചത്. കാരണം എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ അർത്ഥത്തിൽ തന്നെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ വിജയത്തിൽ പടച്ച തമ്പുരാൻ്റെ ഇടപെടൽ കഴിഞ്ഞാൽ പിന്നീട് ഇതിനു വേണ്ടി പണിയെടുത്ത ആളുകളുടെ കഠിനാധ്വാനമാണ്. അതിൽ കലാകാരന്മാരുണ്ട്. അവരെ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വെച്ച് ആദരിച്ചു. അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസൈൻ ചെയ്ത ആളുകളുണ്ട്. അവരെയും ചിലരെ മാത്രം നമ്മളിവിടെ ആദരിച്ചു. അതിനപ്പുറം പ്രത്യക്ഷത്തിൽ എവിടെയും കാണാതെ വർക്ക് ചെയ്ത കുറേ ആളുകളുണ്ട്. അവർ ആദരവ് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ആദരവുകൾ നൽകപ്പെട്ടവരും ആദരവ് ആഗ്രഹിച്ചവരായിരുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം ആളുകളുടെ കഠിനാധ്വാനമുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ഇവരാണോ ഇത് സംഘടിപ്പിച്ചത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെയുള്ള ഹാവഭാവങ്ങളില്ലാത്ത, ഒരഹങ്കാരത്തിൻ്റെ അംശം പോലുമില്ലാത്ത, ഇത് എൻ്റെ ഒരു ജോലി ഞാൻ നിർവഹിച്ചു എന്ന് മാത്രം കരുതുന്ന, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പണിയെടുത്ത മനുഷ്യന്മാരാണ്. തീർച്ചയായും അവർക്ക് നമ്മളുടെ പ്രാർത്ഥനയാണ് നമുക്ക് അർപ്പിക്കാനുള്ളത്. പടച്ച തമ്പുരാൻ അവർ നിർവഹിച്ച സേവനത്തിനുള്ള അർഹമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ധാരാളം ആളുകളുണ്ട്. 30 മുതൽ ഈ ദിവസം വരെ ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത്, അവർക്ക് വെള്ളം നൽകി, അവർക്ക് ചായ നൽകി, അവരെ സൽക്കരിച്ചവർ, അതിൻ്റെ പിന്നിൽ പണിയെടുത്തവർ, പേരുകൾ ഞാൻ ഉദ്ധരിക്കുന്നില്ല. അവരൊന്നും ഇതിൻ്റെ മുമ്പിലില്ല. അവരെല്ലാം പിന്നിലാണ്. സമയമാകുമ്പോൾ അവിടെ എത്തിയാൽ ഭക്ഷണം റെഡിയാണ്. അതും രുചികരമായ ഭക്ഷണം, കഴിച്ച ആളുകൾക്ക് വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്ന ഭക്ഷണം. ഒരുവിധ പിശുക്കും കാണിക്കാതെ അവർ അത് വെച്ച് വിളമ്പി. തീർച്ചയായും ഇത്തരം ആളുകളെ നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥനയോടെ സ്മരിക്കണം. പടച്ച തമ്പുരാൻ അവർക്കും അതിനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളണ്ടിയർ സേവനം എന്നത് അത് എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അവസാനിക്കുന്നു എന്ന് പോലും പറയാൻ കഴിയുകയില്ല. രാത്രി വളരെ വൈകിയാണ് ചില ആളുകൾ ഇവിടെ നിന്ന് പോവുക. ചിലപ്പോൾ അവർ പോയോ എന്ന് പോലും തോന്നുകയില്ല. രാവിലെ വളരെ നേരത്തെ അവരിവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ വളണ്ടിയർ സേവനം നിർവഹിച്ച ആളുകളുണ്ട്. ട്രാഫിക്കിൽ നിന്നുകൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിച്ചവരുണ്ട്. സത്യത്തിൽ അവർക്ക് ഈ കണക്ട എക്സിബിഷൻ ഇതിൻ്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. വളണ്ടിയർ സേവനം അനുഷ്ഠിച്ച പലരും കണക്ടയിലൂടെ ചിലപ്പോൾ കടന്നുപോയിട്ടുണ്ടാകാം. അതിന് പോലും അവസരം കിട്ടാത്തവരുണ്ടാകാം. കണക്ടയിൽ തന്നെയുള്ള പലതിനെയും അവർ സൂക്ഷ്മമായി കാണാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവുകയില്ല. പക്ഷെ അതല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി എന്നെ ഏൽപ്പിച്ചത് ഇന്ന ജോലിയാണ്, അതുകൊണ്ട് അത് നിർവഹിക്കലാണ് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ അവിടെ നിന്ന് തെറ്റാതെ ആ പണിയെടുത്ത വളണ്ടിയേഴ്സ് ഉണ്ട്. അതിനെ നിയന്ത്രിച്ച ആളുകളുണ്ട്. അവർക്ക് മാർഗദർശനം നൽകിയവരുണ്ട്. തീർച്ചയായും പടച്ച തമ്പുരാൻ അതിനൊക്കെയും അർഹമായ പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണക്ടയുടെ വിജയം എന്നത് ഇത്തരം ആളുകളുടെയൊക്കെയും നിസ്വാർത്ഥ സേവനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ലൈൻ ഇങ്ങനെ തുടരുകയാണ്, ക്യൂ ഇങ്ങനെ നീളുകയാണ്, അവരെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവരികയാണ്. സത്യത്തിൽ ആരും ഒരു അസ്വസ്ഥതയും പ്രകടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകളൊക്കെയും രാത്രിയിൽ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലാണ്. എന്നാൽ നട്ടുച്ച നേരത്ത് ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരും വെയിലത്ത് ക്യൂ നിന്നു. അവരങ്ങനെ തന്നെ അതനുസരിച്ച് അതിൻ്റെ പിറകെ ഇങ്ങനെ സഞ്ചരിച്ചു. സത്യത്തിൽ ഇത് നേരത്തെ സൂചിപ്പിച്ച ഒരു ഇടപെടലല്ലേ, പടച്ചവൻ്റെ ഇടപെടലല്ലേ. ആർക്കാണ് മണിക്കൂറുകളോളം ഒരു അസ്വസ്ഥതയുമില്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു അസ്വാരസ്യവും പ്രകടിപ്പിക്കാതെ ഒരുവിധ
കശപിശയുമില്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഒരു പോലീസ് ഇതിൻ്റെ ഇടയിലില്ല, ഒരു ക്രമസമാധാന പ്രശ്നം ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നില്ല. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ദൈവത്തിൻ്റെ മാലാക്കമാർ ഇവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം കണക്ട എന്നത് ഏതെങ്കിലും ഒരു ഭൗതിക ലക്ഷ്യത്തിന് വേണ്ടി സംഘടിപ്പിച്ചതല്ല, മറിച്ച് ദൈവത്തിലേക്ക് മനുഷ്യരെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. മനുഷ്യന്മാരുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ മനുഷ്യനെയും അവൻ്റെ ഉൾവിളിയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ നിയന്ത്രണങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കുകയാണ്. അങ്ങനെ അതിനെയെല്ലാം ക്രമപ്രവൃത്തമായി ഇവിടെ നിയന്ത്രിച്ച് ഇവിടെ കൊണ്ടുവന്ന് എവിടെ നിന്നോ വന്ന് ദിവസങ്ങളോളം തങ്ങി സേവനമേഷിച്ച ആളുകൾ, അവർ കണ്ണൂർക്കാർ മാത്രമല്ല, കണ്ണൂർ ജില്ലക്കാർ മാത്രമല്ല, അതിനപ്പുറം എവിടെ നിന്നോ വന്ന് ഇത്രയും ദിവസങ്ങൾ ഒരു ബാഡ്ജ് പോലും ധരിക്കാതെ, ഒരു വളണ്ടിയർ ആണ് എന്ന് പോലും തോന്നാതെ ഇതിനെ സേവനം അനുഷ്ഠിച്ച ആളുകളുണ്ട്. പടച്ചവനെ, അവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വെള്ളം കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ചിലരെയൊക്കെ വിളിച്ചു, ഉടനെ തന്നെ വെള്ളം ഇവിടെ റെഡി. ഇന്നും ഇവിടെ വെള്ളം എത്തി, കുപ്പിവെള്ളം ഇവിടെ എത്തി. നമ്മൾ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ പലയിടങ്ങളിലും വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ചെന്ന് വെള്ളമെടുത്ത് കുടിക്കാനോ അവർക്ക് വെള്ളം എത്തിക്കാനോ വേണ്ട അളവിൽ വളണ്ടിയർമാർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ കുപ്പിവെള്ളം പരമാവധി നൽകണം. അതിനെന്ത് വഴി? ചിലരെ വിളിച്ചു, ഉടനെ തന്നെ അവർ ഏറ്റെടുത്തു. ഇനിയും വേണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിലൊരു മാന്യ സഹോദരൻ വെള്ളം തന്നു. പിന്നെ ഇവിടെ ഫാമിലിയായി വന്നു, എന്നിട്ട് ക്യൂ നിന്നു. അവസാനം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു ലോഡ് കൂടി അയക്കുന്നുണ്ട്, കാരണം ക്യൂ വളരെ നീണ്ടു നിൽക്കുകയാണ്, നിങ്ങൾ അവിടെയെല്ലാം ആ വെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനു വേണ്ടി വെള്ളം സപ്ലൈ ചെയ്ത് സഹായിച്ച ആളുണ്ട്. നമ്മൾ അവരോട് മറ്റൊരു രീതിയിലും ഒരു അഭ്യർത്ഥനയും നടത്തിയിട്ടില്ല, കേവലം ഒരു റിക്വസ്റ്റ് ഇത്ര മാത്രമേ നൽകിയിട്ടുള്ളൂ. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ ഇടപെടലാണ്, പടച്ചവൻ്റെ സഹായമാണ്. അതിങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് അല്ലാഹുവേ, അത്തരം ആളുകൾക്കും നീ അതിന് അർഹമായ പ്രതിഫലം നൽകി അവരെയും അനുഗ്രഹിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വലിയ സാമ്പത്തിക ബാധ്യത ഇതിനുണ്ട്. നമ്മളിപ്പോഴും അത് കണക്ക് കൂട്ടിയിട്ടില്ല. പലരും നമുക്ക് നൽകിയിട്ടുണ്ട്. അവസാനം പോരായ്മ വരുമോ ഇല്ലേ എന്നറിയില്ല. പക്ഷെ ഇപ്പോഴും അത് നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കണക്ടയിലേക്ക് നിങ്ങൾ സംഭാവന നൽകണം എന്ന് നിങ്ങളോട് പൊതുവെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത് കണക്ടക്ക് വേണ്ടിയുള്ള, കേവലം ഒരു എക്സിബിഷന് വേണ്ടിയുള്ള സംഭാവനയല്ല. ഇതൊരു വലിയ ദൗത്യത്തിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടാണ്. എനിക്ക് വ്യക്തിപരമായി ചെയ്യാൻ കഴിയാത്തത് ഇതാ ചെറു സംഘം ഇവിടെ നിർവഹിക്കുന്നു. കാരണം ഇത് ഈ മാനവ സമൂഹത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഈ കാലഘട്ടത്തിലെ വലിയൊരു ദൗത്യമാണ്. ഈ ദൗത്യത്തിൽ എൻ്റെ വക ഞാനൊരു സംഖ്യ നൽകിയില്ല എങ്കിൽ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി സംഭാവന നൽകുന്നവരുണ്ട്, നൽകിക്കൊണ്ടേയിരിക്കുന്നവരുണ്ട്. അതിൽ നമുക്കറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. പടച്ചവനെ, ആ അർത്ഥത്തിൽ ഇതിനുവേണ്ടി എല്ലാവിധ സാമ്പത്തിക പിന്തുണയും സഹായവും നൽകിയ മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ. അവർക്കിനിയും ജീവിതത്തിൽ ഐശ്വര്യം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എക്സിബിഷൻ ഹാളിൽ കയറുമ്പോൾ നിങ്ങളോട് അത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഡെമോൺസ്ട്രേറ്റർമാരുണ്ട്. അതിൽ 6ാം തരം പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്, 9ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുണ്ട്, +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ചില സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. നമ്മളുടെ തന്നെ നാട്ടിലുള്ള പല ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള പ്രായമുള്ളവരുൾപ്പെടെയുണ്ട്. മാത്രമല്ല ധാരാളം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ട്. സംസാരിച്ച് ചിലരുടെയൊക്കെ ശബ്ദം പോയി. അവർക്ക് നമ്മൾ സൗണ്ട് സിസ്റ്റം ഏർപ്പെടുത്തി കൊടുത്തു. പിന്നെയും അവരുടെ ശബ്ദം അങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പകരം നമ്മളെ ആളുകൾ നൽകി. പക്ഷെ എന്നിട്ടും അവിടെ നിന്ന് മാറാൻ അവർ സന്നദ്ധരല്ല. കാരണം എനിക്കിത് പറയാനുള്ള അവസരം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ സേവനം അവർ നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർക്കുള്ള ലക്ഷ്യം ഒന്ന് മാത്രം, ഇത് നിർവഹിച്ചുകൊണ്ട് പടച്ചവന്റെ പ്രതിഫലം നേടണം. അല്ലാഹുവേ, അവർക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ.
നമ്മളുടെ കൂട്ടത്തിലുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. എൻ എം അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വെച്ച് സംസാരിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം താൽക്കാലികമായി അടഞ്ഞുപോയി. ട്രീറ്റ്മെൻറ്റിലാണ്. അള്ളാഹു എളുപ്പത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോരായ്മകളുണ്ടാകാം. പോരായ്മകളില്ലാത്ത ഒരു സംഗതിയും മനുഷ്യകരങ്ങളാൽ ഈ ഭൂമിയിൽ സംഭവ്യമല്ല. എവിടെ നിന്നോ അത്ഭുതങ്ങൾ പഠിച്ച് വന്നവരല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ. മറിച്ച് ആലോചിച്ചു, പഠിച്ചു. നേരത്തെ ഷൗക്കത്ത് അലി സാഹിബ് പറഞ്ഞതുപോലെ ഏതെല്ലാം ഇടങ്ങളിൽ സൗകര്യം കിട്ടുമോ അവിടെയെല്ലാം ഇരുന്ന് കൂടിയാലോചിച്ചു. അങ്ങനെയെല്ലാം അതിൻ്റെ ആശയങ്ങൾക്ക് രൂപകൽപ്പന ചെയ്തു. അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തി അങ്ങനെ ഉണ്ടാക്കിയ സംവിധാനമാണ്. പക്ഷേ നീയത്ത് പാളിയിട്ടില്ല. ചിലപ്പോൾ വരകൾ തെറ്റിപ്പോയിട്ടുണ്ടാകാം. ചില ആർട്ട് വർക്കുകളിൽ ചിലപ്പോൾ സ്ഖലിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. അതിൻ്റെ ഉള്ളിൽ വെച്ച സംവിധാനങ്ങളിൽ ചിലപ്പോൾ പോരായ്മകൾ കണ്ടിട്ടുണ്ടാവാം. ഇതിനേക്കാൾ സുന്ദരമായി, അത്ഭുതകരമായി, മനോഹരമായി ഇതിനെ സംവിധാനിക്കാം എന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. തീർച്ചയായും എല്ലാ അഭിപ്രായങ്ങളെയും കണക്ട് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇവിടെ നടന്ന എക്സിബിഷൻ അതിൽ ആർട്ട് വർക്ക് മാത്രമല്ല, അതിൻ്റെ മെസ്സേജ് മാത്രമല്ല, നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും അത് ഇതിലേക്ക് കണക്റ്റ് ആവുകയാണ്. ആ കണക്റ്റയിലെ അത്തരം പോരായ്മകളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായും അത് രേഖപ്പെടുത്തണം എന്ന് അഭിപ്രായപ്പെടുകയാണ്, അല്ലെങ്കിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അതിൻ്റെ ലാസ്റ്റ് കൗണ്ടറിൽ പറയുമ്പോൾ നമ്മൾക്ക് സന്തോഷം നൽകുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നല്ല നിങ്ങളോട് പറയുന്നത്, മറിച്ച് പോരായ്മകൾ രേഖപ്പെടുത്തണം. കാരണം ഇത് ഇവിടെ അവസാനിക്കേണ്ടതല്ല. ഇത് മറ്റൊരിടത്തേക്ക് വീണ്ടും നമ്മൾ നടത്തേണ്ടതാണ്. പല ജില്ലകളിൽ നിന്നും ആവശ്യങ്ങൾ വരുന്നു. ഞങ്ങളുടെ ജില്ലയിലും ഇത് നടത്തണം, ഇവിടെ തന്നെ ഇത് തുടരണം എന്ന ആവശ്യങ്ങൾ വരുന്നു. അതുകൊണ്ട് പോരായ്മകൾ കണ്ടവർ അടയാളപ്പെടുത്തുമ്പോഴാണ് അത് പരിഹരിക്കാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് ആ പോരായ്മകൾ ഉണ്ടാകാം, കാരണം ഇത് മനുഷ്യന്മാരാണ്. പക്ഷേ ആ പോരായ്മകൾക്കപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നീയത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, അതിൻ്റെ ഒരു റൂഹുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയ നിങ്ങൾ കാണുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ റൂഹില്ലേ, അവന് ഒരു ആത്മാവിട്ട്, ആ ആത്മാവിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തീർച്ചയായും ആ ആത്മാവിനെ കണ്ടെത്തുന്നിടത്ത് ഇതിൻ്റെ ശില്പികൾ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ കർമ്മം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കണ്ണൂർ ഇത് വരുമ്പോൾ വല്ലാത്ത ബേജാറിലും ആശങ്കയിലുമായിരുന്നു നമ്മളിത് ഏറ്റെടുത്തത്. ഒരു സന്ദർഭത്തിൽ ഇത് വേണ്ടെന്ന് വെക്കുമോ എന്ന് തോന്നിയിരുന്നു. കാരണം അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അത് നമുക്ക് താങ്ങാൻ കഴിയുമോ? കാരണം ഇത് ജനങ്ങളുടെ ഇടയിൽ കളക്ഷൻ നടത്തി പിരിച്ചെടുക്കേണ്ട ഒരു സമയമൊന്നുമല്ല. എല്ലാവരും പല പല പ്രയാസങ്ങളിലാണ്. പല ഇടങ്ങളിലും പല പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസ്ഥാനം തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പല സംഗതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ട് അത്തരം ഒരു സന്ദർഭത്തിൽ ഒരാലോചന നടന്നപ്പോൾ തൽക്കാലം ഇത് വേണ്ടെന്ന് വെക്കുമോ എന്ന് തോന്നി. 2 ദിവസം വളരെ ആശ്വാസത്തിലായിരുന്നു. 3-ാമത്തെ ദിവസം വീണ്ടും വരുന്നു, ഇല്ല, നമ്മൾ ഇത് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചത്. സത്യത്തിൽ അത്തരം വലിയ ആശങ്കയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ ഇതാരംഭിച്ചത്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. കണ്ണൂരിൽ ഈ കണക്ട് വന്നെത്തിയതിൽ അഭിമാനം തോന്നുന്നു. അതിന് ആതിഥ്യം നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകർക്ക്, നമ്മുടെ ജില്ലയിലെ മുഴുവൻ നാട്ടുകാർക്ക് തീർച്ചയായും ഇത് അഭിമാനിക്കാം. ഇത് കണ്ണൂരുകാർക്ക് അഭിമാനിക്കാനുള്ള സമയമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കണ്ണൂരുകാർ ഇതിനെ വരവേറ്റു, കണ്ണൂരുകാർ ഇതിനെ സ്വീകരിച്ചു.
കണ്ണൂരിലെ ജനത ഇതിലേക്ക് ഒഴുകിയെത്തി. ഒരുവിധ പോറലും ഏൽക്കാതെ അൽഹംദുലില്ലാ ഇത് സമാപിക്കുന്നു. അതുകൊണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും വന്നവരെയൊക്കെ ആതിഥ്യം നൽകി സ്വീകരിച്ചു. അവരെ നമ്മൾ വരവേറ്റു. ഒരു പ്രയാസവുമില്ലാതെ നമ്മൾ ഈ കണക്റ്റയെ വരവേറ്റു. അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ജനതക്ക് ഇത് തീർച്ചയായും അഭിമാനത്തിൻ്റെ ഒരു സന്ദർഭമാണ്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഞാൻ അവരെ ഒന്നും പേരുകൾ പരാമർശിക്കുന്നില്ല. പക്ഷേ സെയോവിൻ്റെയും GIOവിൻ്റെയും പ്രവർത്തകർ, ചെറുപ്പക്കാരായ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവർക്ക് പഠനത്തിൻ്റെ സമയമാണ്. പക്ഷേ കണക്റ്റ് കഴിഞ്ഞിട്ട് മതിയെല്ലാം എന്നവർ തീരുമാനിച്ചു. അവർ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലായിടങ്ങളിലും അവരെ നിങ്ങൾക്ക് കാണാം. സോളിഡാരിറ്റിയുടെ കർമ്മധീരരായ പ്രവർത്തകർ ജില്ലയിൽ നിന്നും പുറത്തു നിന്നും അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ആളുകൾ ആഴ്ചകളായി ഇവിടെയാണ്, വീട്ടിൽ പോകാതെ ഇവിടെ തങ്ങുകയാണ്. സത്യത്തിൽ ഈ കഠിനാധ്വാനത്തിൻ്റെ പിന്നിൽ എന്താണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം? ഈ ദുനിയാവിൽ വെച്ച് ഒരാളുടെയും പ്രശംസാ വാചകം അവരാഗ്രഹിക്കുന്നില്ല, അവരവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിലൊക്കെയുമുള്ളവരുടെ പ്രചോദനം ഒന്ന് മാത്രം: അള്ളാഹുവിൻ്റെ പ്രീതി, അവൻ്റെ പൊരുത്തം, പരലോകത്ത് അതിലൂടെ കിട്ടുന്ന ഒരു പ്രതിഫലം. അള്ളാഹുവേ, ആ അർത്ഥത്തിൽ അവർക്ക് ആ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ കണക്റ്റയുടെ വിജയത്തിന് വേണ്ടി പണിയെടുത്ത മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ കണക്റ്റ കൊണ്ട് ഭൗതികമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ഭൗതികമായ ലക്ഷ്യം ആദ്യം സൂചിപ്പിച്ചു. മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാവേണ്ട ഒരു ബന്ധമാണ്, സ്നേഹമാണ്, കരുതലാണ്, തലയോടലാണ്, ഏറ്റെടുക്കലാണ്, ഉത്തരവാദിത്ത ബോധമാണ്, പടച്ചവനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ജീവിതം ഇവിടെ നശ്വരമാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ളതാണ്. ആ കബറിടം കണ്ടിട്ട് കരഞ്ഞുപോയ വിദ്യാർത്ഥിനികളുടെ പിക്ചറുകൾ, അവരുടെ വീഡിയോ വൈറലാണ്. ആ കുട്ടി കരയാൻ വേണ്ടി വീഡിയോയുടെ മുമ്പിൽ നിന്നതല്ല, മറിച്ച് കുട്ടിക്കത് കണ്ടതിന് ശേഷം പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. സത്യത്തിൽ ഇത് തന്നെയാണ് കണക്റ്റ ലക്ഷ്യം വെച്ചത്. അള്ളാഹു ആ അർത്ഥത്തിൽ അതിൻ്റെ ഫലം ഇത് കണ്ടവരിലൊക്കെയും ഏതെങ്കിലും അർത്ഥത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാനെ ഒരിക്കൽ കൂടി ശുക്രി രേഖപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ വർഹംനാ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.